ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ കേൾക്കാം. അപ്പോൾ കഥയിൽ നമ്മളുടെ മൂർത്തി മുത്തശ്ശൻ അങ്ങനെ തളച്ച് നിൽക്കുകയാണ്. എല്ലാ മക്കളെയും പേരക്കുട്ടികളിട്ട് കൊടയുന്നുണ്ട് മൂപ്പര്. ഇത്രയും കാലം ഞാൻ രോഗിയായിരുന്നു, ഞാൻ രോഗം മാറി പുറത്തു വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി, എന്നെങ്കിലും നിങ്ങളൊക്കെ ഈ ഒളിച്ചു വെച്ച സത്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് പറയാമായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ജയൻ ചോദിക്കുന്നത്, അച്ഛൻ എന്താണ് ഉദ്ദേശിക്കേണ്ടതെന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുക. ഇല്ല അച്ഛൻ പറയൂ എന്താ കാര്യമെന്ന്. പറയും, എങ്ങനെയാണ് എൻ്റെ മൂത്ത മരുമകൾ ദേവയാനി ലിവർ നാശമായി ആശുപത്രിയിൽ പോയി കിടന്നത്. പാല് കുടിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് അത് അങ്ങനെ സംഭവിച്ചത്. ഞാൻ ഇതുവരെയും വിചാരിച്ചിരുന്നത് നയനമോൾക്ക് എന്തോ കയ്യബദ്ധം പറ്റിയിട്ടാണ് ദേവയാനി ഹോസ്പിറ്റലായി എന്നാണ് വിചാരിച്ചത്. അതിൻ്റെ കുറ്റബോധത്താലാണ് അവളുടെ ലിവർ കൊടുക്കാൻ വരെ തയ്യാറായി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അവൻ വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അറിയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും അറിയില്ല എന്ന് പറയാൻ. അപ്പോൾ എല്ലാവരും അനിയൊക്കെ ഉണ്ട് അവിടെ, അനിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പറയും, അത് കേട്ട് ജലജ പിന്നിൽ നിന്ന് മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട്. ഇവരെന്താ ഈ സംസാരിക്കേണ്ടതെന്ന് അറിയണമല്ലോ. അപ്പോൾ ജാനകിയുടെ സ്പൈ വർക്കറാണല്ലോ ജലജ. അപ്പോൾ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുക. അവരെന്താ പറയും, അവളല്ലേ ഇതിന് ഉത്തരവാദി, ഇവിടുത്തെ ഇളയ മരുമകളും അവളുടെ അമ്മയും കൂടെ ചെയ്ത കൊടും ചതിയല്ലേ അത്. നവ്യയുടെ കുഞ്ഞ് പോവാനും നവ്യയ്ക്ക് അപകടം പറ്റാനും കൂടെ ചെയ്തതല്ലേ എന്നിങ്ങനെ പറയണം. അപ്പോഴാണ് ഇവരൊക്കെ കൂടെ ഞെട്ടുന്നത്, അച്ഛനിത് അറിഞ്ഞോ എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴും ഞാനിത് അറിയില്ലായിരുന്നു, അവൻ വന്ന് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോഴും ഞാനതറിയില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും വലിയ ചതി ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ട് നിങ്ങൾ പറഞ്ഞില്ല? അതാണ് ചോദ്യം. എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല? ഇപ്പം എനിക്ക് രോഗമൊന്നുമില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോഴെങ്കിലും പറയാമായിരുന്നില്ലേ? അവളെ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ആ സമയത്തെങ്കിലും നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനൊന്നും മിണ്ടുന്നില്ല, നയനി ആരൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അജയനും ഒക്കെ ഉണ്ട്, ജാനകിയും ജലജിയും ഒന്നുമില്ല, നവ്യയില്ല അവിടെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവളെ ആ വിഷവിത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നെ, അവളെ ഇവിടുന്ന് അടിച്ചോടിക്കണം, അവളെ ഇങ്ങോട്ട് നിർത്തണ്ട. ഈ കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അവൾക്ക് വേണ്ടിയാണോ ഞാൻ ഒരു ചെല്ലപ്പെട്ടി നിറച്ച് സ്വർണ്ണം എടുത്ത് വെച്ചത്, അവൾ വരുമ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല, അവളെ എന്തിനാണ് ഇവിടെ കയറ്റുന്നത്? ഇനിയും ഇത് പറയാൻ വൈകിയത് അവളെ വീണ്ടും നമ്മൾ ഇതിനുള്ളിൽ കയറ്റില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ പലതും ഉണ്ട്. അതിനൊരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ സംസാരിക്കുന്നതായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാനത് തള്ളി വിട്ടിരുന്നു. പക്ഷേ അതിലും മോശമായിട്ടുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും. ഏതാണ്ട് മുത്തശ്ശൻ അറിഞ്ഞു, അനാമികയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും, ഇവിടെ അബിയും അവൻ്റെ അമ്മയുമാണ് വിഷം വിളമ്പുന്ന ആളുകൾ. അവരെ ഒട്ടും കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരെക്കാട്ടിലും അവരുടെ കൂടെയാണ് ഇവൾ കൂടിയതെങ്കിൽ ഈ വീടിൻ്റെ അവസ്ഥ എന്താകും ആയിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ജലജമെല്ലാം അവിടുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ പോകുന്നത് ജാനകീൻ്റെ അടുത്തേക്ക്. ജാനകി പറയോ, ഇത് എല്ലാവരും കൂടി എൻ്റെ മരുമകളെ ഇവിടുന്ന് ഓടിക്കാനുള്ള പരിപാടിയാണ്, അത് നടക്കില്ല, അങ്ങനെയാണ്. എന്നിട്ട് അവളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണെന്നൊക്കെ പറയണത്, നന്ദുവിനെ കൊണ്ടുവരാനുള്ള പരിപാടിയാണ്, അത് നടക്കില്ല. അവളൊന്നും അല്ല അത് വിഷം കൊടുത്തണത്, അത് അവൾ നയനനെ, ഇവിടുത്തെ മൂത്ത മരുമകളുണ്ടല്ലോ മോൻ്റെ ഭാര്യ, അവൾ തന്നെയാണ് അത് ചെയ്തതെന്ന് പറയാണ്. അങ്ങനെ ജാനകിയും ജലജിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവ്യ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നവ്യ വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? നീ അറിഞ്ഞോ ഇത്? നിൻ്റെ അനിയത്തി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കള്ളക്കഥകൾ അവിടെ മെനഞ്ഞുണ്ടാക്കുന്നതെന്ന് നീ അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് ജലജ. പറയും, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ അനാമികയാണ് അത്രേ ദേവയാനിക്ക് വിഷം കലക്കി കൊടുത്തത്. അപ്പോൾ നവ്യ അറിയാം, അത് ശരിയാണല്ലോ എന്നറിയും. ഓഹോ, നീ ഇപ്പോൾ അവസരം വന്നപ്പോൾ കാലുമാറണത് അല്ലല്ലേ അമ്മ? അവസരം വന്നപ്പോൾ കാലുമാറിയതൊന്നല്ല, അതാണ് സത്യം. അവൾ എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് അവളുടെ അമ്മയും കൂടെ ചെയ്തതാണത്. അത് സത്യം, അത് എനിക്കറിയായിരുന്നു. ഇവിടെ പക്ഷെ വേറെ ആരും മുത്തശ്ശിയൊക്കെ ഇപ്പോഴാണ് അറിയേണ്ടത്, അതിലൊരു തെറ്റില്ല എന്ന് പറയും. ഒന്നുമല്ല, നിൻ്റെ അനിയത്തിയുടെ കൂടെ കൂടിയിരിക്കുകയെന്ന് പറയുമ്പോൾ അതൊരിക്കലും ഞാൻ കുറ്റം പറയില്ല, കാരണം എൻ്റെ അനിയത്തിയും അറിയായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി എന്ന് മാത്രം എന്നൊക്കെ ഇങ്ങനെ പറയണ്ട. അപ്പോൾ ഈ ജലജ ഇത് കേൾക്കില്ല, കാരണം ദേവയാനി പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞത് ആദർശോ നയനയോ അല്ല,
ഒരു ദിവസം ഞാൻ അച്ഛനും പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിക്കാൻ അവിടെ പോയപ്പോൾ അവളുടെ അച്ഛനും അമ്മയും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. എനിക്കുള്ള പാലിൽ വിഷം കലക്കിയത് അവളുടെ അമ്മയും കൂടെയാണെന്ന് അവർ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. ഞാനത് ആദർശിനോടും നയനോടും ചെന്ന് ചോദിച്ചപ്പോൾ അവരപ്പോഴാണ് സത്യം പറയേണ്ടതെന്ന് പറയേണ്ടത്. അത് ശൈലജ കേൾക്കണില്ല. അപ്പോൾ അങ്ങനെ നവ്യ പറയുകയാണ്, ആ ഒരു കാര്യത്തിൽ ഞാനൊരിക്കലും അനാമികയുടെ കൂടെ നിൽക്കില്ല, അവൾ തന്നെയാണ് തെറ്റ് ചെയ്തത്. അവളത് ചെയ്ത വല്യമ്മ അന്ന് ആ പാല് കുടിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും നിൻ്റെ കുഞ്ഞും ഒന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ പറയും, ഓഹോ നീ അവസരം വന്നപ്പോൾ നീ കാല് മാറുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ കാല് മാറിയതൊന്നും അല്ല എന്നറിയും. നിൻ്റെ അബീനെ കുറിച്ചിട്ട് ആദർശ് ചെയ്ത തെറ്റിന് നിൻ്റെ അബീനെയാണ് പറയുന്നത്. ദേവേർത്തി ആ ആ കുട്ടിയുടെയും അബിയുടെയും മുഖഛായ ഒരുപോലെ ഉണ്ട് എന്ന് വരെ പറഞ്ഞതാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു കാര്യത്തിൽ എനിക്ക് അവരോട് ദേഷ്യമുള്ളൂ, അല്ലാണ്ട് ഈ തെറ്റിന് ഞാൻ കൂട്ടു നിൽക്കില്ല, ഇത് അവൾ ചെയ്ത പണി തന്നെയാണ് എന്ന് നവ്യ പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോകും. അപ്പോൾ കണ്ടോ ജലജ, ഇപ്പോൾ കണ്ടോ അവസരം വന്നപ്പോൾ കണ്ടോ അവർ രണ്ടല്ലോ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന ആളുകളായില്ലേ, ഞാനും എൻ്റെ മരുമകളൊക്കെ ഈ പുറത്ത് എന്നൊക്കെ അങ്ങനെ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴത്തേക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്, ജലജയും ജാനകിയും കൂടെ ഇങ്ങോട്ട് വരും. അപ്പോൾ കുടുംബാംഗങ്ങളല്ലാണ്ട് എല്ലാവരും ആയി. അപ്പോൾ നവ്യല്ല കേട്ടോ, ബാക്കി എല്ലാവരും ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ പറയും, ഇത് പിന്നെ മുന്നേ പറയേണ്ടതായിരുന്നു, നിങ്ങളാരും ഒന്നും പറഞ്ഞില്ല, എല്ലാം ഒളിച്ചു വെച്ചു എന്നൊക്കെ പറയും. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അച്ഛാ ഇതൊക്കെ വെറുതെ കള്ളത്തരങ്ങളാണ്, നുണ പറയുന്നതാണ്, എൻ്റെ മരുമകളെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ കൂടെ കെട്ടിച്ചമച്ച കഥയാണെന്ന് പറയും. അപ്പോൾ അജയൻ ചീത്ത അറിയും, നീ മിണ്ടരുത്, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതാണ്, അപ്പോൾ നിനക്കത് വിശ്വസിക്കാൻ വയ്യ, ഇപ്പോൾ സത്യങ്ങളൊക്കെ ഏതാണ്ട് പുറത്തായില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ആര് വരുന്നത്, നമ്മുടെ വേണുവും ഭാര്യയും മകളും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വരുന്ന കാണുമ്പോൾ വരുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ വരുന്ന സമയത്ത് അവരിങ്ങനെ ചിരിച്ച് ആനന്ദിച്ച് ഇങ്ങനെ ആഘോഷിച്ച് വരികയാണ്. അവരെ വിചാരം എല്ലാവരും കുടുംബാംഗങ്ങളൊക്കെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ പിന്നെ എന്താ പറയുക, ഇങ്ങോട്ട് ആരതി ഒഴിഞ്ഞ് കയറ്റാൻ നിൽക്കാമെന്ന് അവരുടെയൊക്കെ വിചാരം. അപ്പോൾ ഇങ്ങനെ സന്തോഷിച്ച് വരികയാണ്. അപ്പോൾ പറയും, എന്താണ് മോൾക്ക്, അപ്പോൾ രേവതി വന്നു പറഞ്ഞപ്പോൾ നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മോൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എന്ന് പറയുകയാണ് രേവതി. അപ്പോൾ പറയും, ഞങ്ങൾ നിർബന്ധിച്ചിട്ട് കൊണ്ടുവന്നതാണ് എന്ന് പറയും. അപ്പോൾ പറയും, മുത്തശ്ശി അടുത്ത വഴിക്ക് അറിയും, എന്തിനാ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, താല്പര്യമില്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, എന്തിനാ നിർബന്ധിക്കാൻ പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതല്ല മൂർത്തി സാറേ, പിന്നെ ഇവരാരും വന്നില്ലല്ലോ, അപ്പോൾ പിന്നെ സാറും അമ്മയും കൂടെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ അങ്ങോട്ട് വരുത്തുന്നത് ശരിയല്ലല്ലോ, ഞങ്ങൾ അത്രയ്ക്ക് ഇതില്ലാത്ത ആളുകളല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, പിന്നെ എന്താണ്, അപ്പോൾ ഇങ്ങനെ സംസാരത്തിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ് പതുക്കെ. അപ്പോൾ പറയും, അല്ല എന്താ വരാൻ പറഞ്ഞത് എന്താണ് എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, നിങ്ങൾ പിന്നെ സ്ഥലം വാങ്ങി എന്നല്ലേ പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ സ്ഥലം എവിടെ വാങ്ങി, ആ സ്ഥലത്തിൽ എന്താ വീട് പണിയുടെ തുടങ്ങണം എന്നല്ലേ പറഞ്ഞത്, ആ വീട് പണി എന്താ തുടങ്ങാത്തത് എന്നൊക്കെ പറയും. അപ്പോൾ അതല്ല, അത് തുടങ്ങണം, ഏത് അമേരിക്കക്കാരൻ്റെ അടുത്ത് നിന്നാണ് വാങ്ങിയത് എന്ന് വയ്ക്കുമ്പോൾ അത് പിന്നെ അയാൾ അമേരിക്കയിലാണ്, അത് ഏത് അമേരിക്ക, അയാളുടെ നമ്പർ ഇതാണെന്നറിയും. ഞാൻ അവിടെ വീട് വയ്ക്കാനുള്ള കാശ് ഞാൻ തരാം എന്ന് പറയണം മുത്തശ്ശൻ. അപ്പോൾ പറയും, ഞാൻ നിങ്ങൾക്ക് അവിടെ വീട് വയ്ക്കാനുള്ള പൈസ ഞാൻ തരാം, നമുക്ക് ഉടനെ അവിടെ കൺസ്ട്രക്ഷൻ പണി തുടങ്ങണം എന്നങ്ങനെ പറയുമ്പോൾ ഇയാൾക്ക് മനസ്സിലായി, വേണുവിന് മനസ്സിലായി ഇത് ശരിക്ക് അവരെല്ലാവരും കൂടെ വിളിച്ച് വരുത്തി ട്രാപ്പിലാക്കുക എന്ന് മനസ്സിലായി. അപ്പോൾ ജാനകിയൊന്നും മിണ്ടുന്നില്ല, ജാനകിയുടെ മുഖത്തേക്ക് നോക്കണ്ടോ, നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അനി അനാമികയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, അത് പിന്നെ നിങ്ങളെന്തിനാ ഇപ്പോൾ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, ഇങ്ങനെ അപമാനിക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് വേണു. അപ്പോൾ അപമാനിക്കാനല്ല, നീ ചെയ്ത കള്ളത്തരങ്ങൾ, നീയും നിൻ്റെ മകളും ഭാര്യയും കൂടി പിന്നെ ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് നീ വരണ്ട എന്ന് ഞാൻ വിളിച്ച് പറയുമായിരുന്നു, പക്ഷേ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട, അതുകൊണ്ട് തന്നെയാണ് നീ വന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചതെന്ന് പറയാണ് മുത്തശ്ശൻ. അതിൽ വേണു അറിയും, നിങ്ങളങ്ങനെ ഇതാവൊന്നും വേണ്ട, ഇതാണ് പറഞ്ഞിട്ട് അയാളുടെ സ്വഭാവം മാറ്റുകയാണ്. അപ്പോൾ പറയും, എൻ്റെ മൂത്ത മരുമകൾ പിന്നെ ഇവിടുന്ന് പാല് കുടിച്ചിട്ടാണ് ആശുപത്രി പോയത്, ആശുപത്രിയിലായത്, കരൾ നഷ്ടപ്പെട്ട ആശുപത്രി കടന്നത്, അതിൻ്റെ ഉത്തരവാദി ആരാ എന്ന് ചോദിക്കുക. അത് ഇവിടെയുള്ള മറ്റുള്ളവരല്ലേ പാല് കാച്ചി വെച്ചത്, അവരെ പണി തന്നെയാവും എന്നൊക്കെ പറയാണ് വേണു. അതേ
അതുതന്നെയാണ് പറഞ്ഞത്. നിൻ്റെ മകളും നിൻ്റെ ഭാര്യയും കൂടെയാണ് ആ പാലിൽ വിഷം കലർത്തി ആശുപത്രിയിലാക്കിയത്. അത് ഞാൻ വൈകിയാണ് അറിഞ്ഞത് എന്നിങ്ങനെ പറയണം. അങ്ങനെ മുത്തശ്ശനെ അറിഞ്ഞത് ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അനാമിക. പക്ഷേ ജാനകിയുടെ മുഖത്ത് ഇവരൊക്കെ കൂടെ കെട്ടിച്ചമച്ച കഥയാണെന്നുള്ള ഭാവത്തിലാണ് ജാനകി നിൽക്കുന്നത്. അപ്പോൾ അനിയുടെ മുഖത്തേക്കൊക്കെ അനി ഇങ്ങനെ ജയിച്ച പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അനി. അപ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ ഓരോ കൊള്ളരുതായ്മകളും പലതും ഞാൻ അറിഞ്ഞു, എങ്കിലും പോട്ടെ, കുട്ടികളുടെ ഭാവിയല്ലേ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരിക്കലും എനിക്ക് നിൻ്റെ മകളെ വേണ്ട, അവന് നിൻ്റെ മകളെ വേണ്ട, അതുകൊണ്ട് നീ അവളെയും കൊണ്ട് ഇവിടുന്ന് വേഗം സ്ഥലം വിട്ടോ എന്ന് പറയുകയാണ്. കാരണം ഇനി അപ്പോൾ നിങ്ങളുടെ പേരക്കുട്ടി ഒരു കണ്ട പെണ്ണിൻ്റെ പിന്നാലെ പോയ വീഡിയോ എടുത്ത് ഞാനാണ് എൻ്റെ മകൾക്ക് അയച്ചു കൊടുത്തത് എന്ന് പറയും വേണു. അപ്പോൾ അടുത്ത വഴിക്ക് മുത്തശ്ശൻ പറയും, അതിന് എനിക്ക് നിൻ്റെ മകളെ ഇനി ആവശ്യമില്ല, അങ്ങനെയാണെങ്കിലല്ലേ നിൻ്റെ മരുമകനാവുന്നുള്ളൂ, നിൻ്റെ മകൾക്ക് ആവശ്യമുണ്ടെങ്കിലല്ലേ മരുമകളാവുന്നുള്ളൂ, അവന് നിൻ്റെ മകളെ വേണ്ട, അതുകൊണ്ട് നീ ഇനി അവനെ കുറ്റം പറയാൻ നീ ആളല്ല, നീ അവനെ പറ്റി ഒരു അക്ഷരം മിണ്ടി പോവരുത് എന്ന് പറയുകയാണ്. അപ്പോൾ പറയും, ഓഹോ, എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്, എല്ലാവരും ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ വേണു അറിയും, മര്യാദയ്ക്ക് നീ നിൻ്റെ മകളെയും ഭാര്യയും വിളിച്ച് വിടുന്ന് പോയിക്കുക, അല്ലെങ്കിൽ കൈയിൻ്റെ ചൂടറിയും എന്നൊക്കെ പറഞ്ഞിട്ട് അയാളിങ്ങോട്ട് കൈയിൻ്റെ ഉടുപ്പിൻ്റെ കൈ കയറ്റി വരുമ്പോഴേക്കും അജയൻ പറയും, വേണ്ട, അത് അവിടെ നിൽക്കട്ടെ, ഇനി ഒരു ഇത് പറഞ്ഞവർ ഈ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരുന്നത്, അപ്പോൾ നമുക്ക് ആലോചിക്കാം എന്നിങ്ങനെ പറയുകയാണ്. ഇതുവരെ ഞങ്ങൾ ആരെയും അപമാനിച്ചിട്ടില്ല, ഈ വീട്ടിൽ വരുന്നവരെ സ്വീകരിച്ചിരുത്തിയിട്ടുള്ളൂ, പക്ഷേ ഇത് ഞങ്ങൾക്ക് പൊറുക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അമ്മ പറയും, മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ മകളുടെ കുറേ സ്വഭാവങ്ങൾ ഞങ്ങൾക്ക് അറിയായിരുന്നു, പക്ഷെ ഞാനൊന്നും ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല, അവളുടെ സ്വഭാവം എങ്ങനെയാണ്, ഇവളുടെ ആളുകളുടെ എങ്ങനെയാണ് പെരുമാറുന്നതെന്നും എനിക്കറിയാമായിരുന്നു. പിന്നെ പോട്ടേന്ന് വെച്ച് പലതും ഞാൻ കണ്ണടച്ച് വിട്ടു. അവളെന്ന് വരുമ്പോൾ അവൾക്ക് കൊടുക്കാൻ ഒരു പെട്ടി നിറച്ച് സ്വർണ്ണം എടുത്ത് കാത്തു വെച്ചതാണ് ഞാൻ, അപ്പോഴാണ് ഞങ്ങൾ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് എന്നങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ നിൻ്റെ മകളെയും വിളിച്ച് ഇവിടുന്ന് പൊയ്ക്കോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയും എന്താ പറയുക, അപമാനിച്ച് അവർക്ക് അവരത് അർഹിക്കുന്നുള്ളൂ. അങ്ങനെ അടിച്ചോടിക്കുന്നില്ല, ആട്ടി വിടുകയാണ് അവിടുന്ന് മുത്തശ്ശനും ബാക്കി എല്ലാവരും കൂടെ. അതിൽ നയനേനെ അങ്ങനെ കണ്ണുരുട്ടി നോക്കുമ്പോൾ, നീ എന്താ അടിയുന്നോ കണ്ണുരുട്ടി പഠിപ്പിക്കുക, നിൻ്റെ എല്ലാതും ഞങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നതാണോ നീ വിചാരിച്ചത് എന്നിങ്ങനെ നയനയും പറയുന്നുണ്ട്, ആദർശം പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും പറയുന്നുണ്ട്. ദേവയാനിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നു, കാരണം ദേവയാനി അതോടുകൂടി അങ്ങോട്ട് വെറുക്കുകയാണ് അനാമികേനെ, കാരണം അത്രയും സ്നേഹിച്ചതാണ്. അങ്ങനെ അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അവിടുന്ന് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, നിങ്ങളെ ഞാൻ നാറ്റിക്കാവുന്ന അത്രയും ഞാൻ നാറ്റിക്കും, ഞാൻ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് വേണു അവിടുന്ന് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പക്ഷേ ആദർശ് പറയുന്നത് കേട്ടോ, പോലീസ് സ്റ്റേഷനിൽ ആ പലിശക്കാരൻ്റെ മുന്നിലൊരു പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ കുറച്ച് കടത്തിലാണെന്നൊക്കെ പറയുന്നത്, താനിങ്ങനെയോടെ 1 കോടി രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് ആ സ്ഥലം മേടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനൊന്നും ഇയാളടുത്ത് പറയാൻ ഇതില്ല, എന്തെങ്കിലും ഒന്ന് പറയാൻ ഇത് വേണ്ട, അതില്ല. അങ്ങനെ അവിടുന്ന് അവർ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനിയോട് പറയാം, ഒരു കാര്യം ഞാൻ പറയാം, ഇനി മേലാൽ നന്ദുവിൻ്റെ പിന്നാലെ, ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നീ നടക്കരുത്, നിന്നെക്കുറിച്ച് ഇനിയുള്ള യാതൊരു മോശം വർത്തമാനങ്ങളും ഞാനിവിടെ കേൾക്കരുത്, കേട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് ഞാൻ അപ്പം തരാം, നിന്നെ ഏൽപ്പിച്ച ജോലി നീ ഭംഗിയായി ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു താക്കീതും കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻ. അപ്പോൾ ഇല്ല മുത്തശ്ശ, അവനത്രയും, കാരണം ഒരു വലിയൊരു ശല്യമാണ് അവൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോയത്. അവനിങ്ങനെ കൈകൂപ്പി നന്ദി പറയുന്നുണ്ട് മുത്തശ്ശനോട്. അത് കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒരു വലിയ കന്യ അവർക്ക് അറിയാം, വീണ് വെറുതെ ഇരിക്കില്ല, ഇനി അതിൻ്റെ ഒരു വലിയ പ്രശ്നങ്ങളായിട്ട് അയാൾ വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെ അവിടുന്ന് ജലജയും ജാനകിയും ഇങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് കയറി ചെല്ലുകയാണ്. അപ്പോഴും വേണു പറയുന്നുണ്ട്, ആദർശിനെയാണ് പറയുന്നത്, നിങ്ങളെ മകൻ കല്യാണത്തിന് മുന്നേ ഒരു പെണ്ണിനെ ഗർഭമുണ്ടാക്കിയാലേ ഒരു കുട്ടീനെ കൊടുത്ത് ഇവിടെ നോക്കുന്നില്ലേ, അതൊന്നും വലിയ കുറ്റമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനുള്ള മറുപടിയും മുത്തശ്ശൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും ആദർശിനൊരു കുത്ത് കിട്ടുന്നുണ്ട്, പക്ഷെ അതിനൊന്നും മറുപടി പറയുന്നില്ല. അങ്ങനെ ചെല്ലുമ്പോൾ അനി അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അനി നിൽക്കുമ്പോൾ അനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അനീൻ്റെ അടുത്തേക്ക് ജാനകി ചെന്നിട്ട് പറയും, നീ സന്തോഷിക്കൊന്നും വേണ്ട എന്ന് പറയും. അപ്പോൾ പറയാം, ഏറ്റവും വലിയ സമാധാനക്കേട് ഇവിടുന്ന് പോയി കഴിഞ്ഞു, ഇനി എനിക്ക് സന്തോഷം തന്നെയാണ് എന്ന് പറയണത്. നീ അങ്ങനെ സന്തോഷിക്കണം, അവൾ ഇവിടുന്ന് പോയില്ല, ഞാൻ അവളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും, എൻ്റെ മരുമകളായിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും എന്നറിയാം. അപ്പോൾ നമുക്ക് കാണാമെന്നറിയാം, കാണാനൊന്നുമില്ലടാ, ഞാൻ എൻ്റെ മരുമകളെ ഇങ്ങോട്ട് കൊണ്ടുവരും, എല്ലാവരും കൂടി അവളെ ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കി പുറത്താക്കിയില്ലേ,
അത് എന്തായാലും ഞാൻ സമ്മതിച്ച് തരില്ല. അവൾ എൻ്റെ മരുമകൾ, എനിക്കൊരു മരുമകളുണ്ടെങ്കിൽ അത് അവൾ മാത്രമാണ്, അവളെ ഞാൻ അങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ട് വരും എന്നിങ്ങനെ പറയുകയാണ് ജാനകി. ഇങ്ങനെ അനിയനോട് വിളിക്കുകയാണ് ജാനകിയും ജലജയും കൂടെ. അനി പിന്നെയും ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല, അവിടെ തീരുമാനം എടുക്കുന്നത് മുത്തശ്ശനാണ്. അപ്പോൾ മുത്തശ്ശന് അവസാനമായിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു, അനാമിക അവിടെ വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ പോകുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും ഇഷ്ടമാവണമെങ്കിൽ, എൻ്റെ കഥ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ലൈക്ക്